ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 60 വണ്ടി, BS6 മോഡൽ വണ്ടിയാണ്. അതിൻ്റെ നിലവിൽ ഇടയ്ക്ക് വണ്ടി ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ ബാറ്ററി ഒക്കെ മാറ്റി വെച്ചിരുന്നതാണ്. അതിന് ശേഷം 2 പ്രാവശ്യം ബാറ്ററി ഡിസ്ചാർജ് ആയ ഒരു അവസ്ഥയിൽ വന്നിരുന്നു, ചാർജ് കുറവായ രീതിയിൽ. അപ്പോൾ നമ്മൾ അഴിച്ച് ചാർജ് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് കയറ്റി. അതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഇത് സെയിം പ്രോബ്ലം തന്നെ കാണിച്ചു. ഫ്യൂസ് ഇങ്ങനെ, അതായത് ഈ 20 ആമ്പിയറിൻ്റെ ഫ്യൂസ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ഫ്യൂസ്, അതായത് ഫ്യൂസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്യൂസ് സ്പെയർ ഫ്യൂസ് ഉണ്ടായിരുന്നു, എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഫ്യൂസ് പോകണമെങ്കിൽ തക്കതായ എന്തെങ്കിലും ഒരു റീസൺ വേണം. അതായത് വയറിങ് എവിടെയെങ്കിലും ഷോർട്ട് ആവുക അങ്ങനെ. കാരണം 20 ആമ്പിയറിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് 20 ആമ്പിയറല്ല കേട്ടോ, 20 നമ്പർ ഫ്യൂസ് ഉപയോഗിക്കണേ. അപ്പോൾ അതിൻ്റെ ഫ്യൂസ് പോകണമെന്നുണ്ടെങ്കിൽ അത് മെയിൻ ലൈനാണ്. അപ്പോൾ എവിടെയെങ്കിലും ഐറ്റം ഷോർട്ട് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ അത്യാവശ്യം എല്ലാ ഭാഗവും തന്നെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്തിരുന്നു കേട്ടോ. നിലവിൽ വയറിങ് ഷോർട്ടിങ്ങോ വേറെ പ്രോബ്ലംസോ നിലവിലൊന്നും കാണുന്നില്ല. പക്ഷേ വണ്ടിക്ക് ഇപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതൊന്ന് അഴിച്ച് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിരുന്നു, എവിടെയെങ്കിലും ഷോർട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാനായിട്ട്. പ്രത്യക്ഷത്തിലൊന്നും തന്നെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ നിലവിൽ ആ രീതിയിൽ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ കംപ്ലയിൻ്റ് എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മെയിൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ടൊന്ന് നോക്കാം. മെയിൻ ഷോറൂമിലേക്ക് കൊടുത്ത് അവിടെ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. അതാണ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റുകൾ നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സീറ്റ് ലോക്കിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. സീറ്റ് കറക്റ്റായിട്ട് ലോക്ക് ആവുണ്ടായി. അപ്പോൾ അതുകൂടിയൊക്കെ കൂട്ടത്തിൽ റെഡി ആയിട്ട് വിടുന്നുണ്ട്.